ഹായ് ഓൾ. മണി സേവിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് എല്ലാവരും സംസാരിക്കാറുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഇസ്, ഇപ്പോൾ നിങ്ങളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഭയങ്കര ലോ ആണെങ്കിൽ ഹൗ വിൽ യു സേവ് ദാറ്റ് മണി? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണെങ്കിൽ തന്നെയും എങ്ങനെ നമുക്ക് അതിൽ നിന്നും കുറച്ച് മണിയെങ്കിലും സേവ് ചെയ്ത് വെക്കാം എന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദിസ് വീഡിയോ, ഇഫ് യു ആർ വാച്ചിങ് ദിസ് ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. സോ ഹിയർ ഇസ് ദ ടിപ്പ് നമ്പർ 1. പ്രിപ്പയർ എ ബഡ്ജറ്റ്. നിങ്ങളുടെ സാലറി കംപ്ലീറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ വണ്ടർ അടിച്ചിട്ടിരുന്നിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എക്സ്പെൻസസ് എത്രയാണ്, ഇന്ന പൈസ ഇന്ന സ്ഥലത്ത് പോയി എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും നോട്ട് ചെയ്ത് വെക്കുന്നില്ല. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രിപ്പയർ എ ബഡ്ജറ്റ്. നിങ്ങളുടെ എക്സ്പെൻസസ് എന്താണ്, എക്സ്പെൻസസ് എത്രയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്സിലോ അല്ലെങ്കിൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ ഓൾമോസ്റ്റ് എല്ലാ സ്മാർട്ട് ഫോൺസിലും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്പ് ഉണ്ടാവും, അതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം എത്രയാണ് നമ്മുടെ എക്സ്പെൻസസ് എന്നുള്ളതൊക്കെ. സോ ഞാൻ അങ്ങനെയാണ് നോട്ട്സിൽ തന്നെയാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്മോൾ ഡയറീസ് ഉണ്ടാവും, ഇതിലൊക്കെ നിങ്ങൾക്ക് മന്ത്ലി എക്സ്പെൻസസ് എത്രയാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെയുള്ളൊരു സ്മോൾ നോട്ട് പാഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ എവിടെയാണ് പോകുന്നത് എന്നതിനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ടിപ്പ് നമ്പർ 2, സ്റ്റാർട്ട് സേവിങ്. പലരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ്, എനിക്ക് ഇത്രയേ ഉള്ളൂ സാലറി, ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ തന്നെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുവാണ്, അതിനിടയ്ക്ക് എങ്ങനെയാണ് സേവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. പക്ഷേ സ്റ്റോപ്പ് സേയിങ് ദിസ്. നിങ്ങളുടെ ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണെങ്കിൽ പോലും മന്ത്ലി നമ്മളൊരു 500 വെച്ച് സേവ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ഇയർ കഴിയുമ്പോഴേക്കും 6,000 റുപ്പീസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് 6,000 എന്ന് പറയുന്ന ഒരു സ്മോൾ എമൗണ്ട് അല്ല. അപ്പോൾ ഇതൊരു 10 ഇയേഴ്സ് ആകുമ്പോഴേക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സോ നമുക്ക് പറ്റുന്നത് നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിൽ വരുമ്പോഴേക്കും സേവ് ചെയ്ത് തുടങ്ങാമെന്ന് പറയുന്നതൊക്കെ വെറും മണ്ടത്തരങ്ങൾ മാത്രമാണ്. നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് കിട്ടുന്ന ബേസിക് സാലറി എത്രയാണെന്ന് വെച്ചാൽ പോലും അതിൽ നിന്നൊരു സ്മോൾ എമൗണ്ട് നിങ്ങൾ സേവ് ചെയ്യാൻ പഠിക്കുക. അതിപ്പോൾ വെരി യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്താൽ അത്രയും കുറച്ചുകൂടെ വളരട്ടെ, അല്ലെങ്കിൽ ഒരു 30 ഇയേഴ്സ് ആവട്ടെ എന്നിട്ട് സേവ് ചെയ്ത് തുടങ്ങാം എന്ന് വിചാരിക്കാണ്ട്, നിങ്ങൾക്ക് എന്നാണ് ജോലി കിട്ടി തുടങ്ങുന്നത്, ഇപ്പോൾ അത് 20 ഇയേഴ്സിലാവാം അല്ലെങ്കിൽ 25 ഇയേഴ്സിലാവാം, ഏത് ഏജിലും ആയിക്കൊണ്ട് പോട്ടെ, എത്രയും യങ്ങറിൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ സ്റ്റാർട്ട് സേവിങ് അറ്റ് ദ ഏർലിയസ്റ്റ്. ടിപ്പ് നമ്പർ 3, സ്റ്റാർട്ട് കട്ടിങ് ഡൗൺ യുവർ അൺവാണ്ടഡ് എക്സ്പെൻസസ്. ഇപ്പം നിങ്ങൾ ഒരു വീക്ക്ലി 3 പ്രാവശ്യമെങ്കിലും ഒരു ടീ ഷോപ്പിൽ പോകുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ. എങ്ങനെ പോയാലും ഒരു 150 റുപ്പീസ് എങ്കിലും നിങ്ങൾക്ക് വീക്ക്ലി 3 ടൈംസ് പോവുകയാണെങ്കിൽ എക്സ്പെൻസ് വരും. സോ ഇത് നിങ്ങൾ 3 പ്രാവശ്യം പോകുന്ന ഒരാളാണെങ്കിൽ അത് കുറച്ച് 2 പ്രാവശ്യമോ 1 പ്രാവശ്യമോ ആക്കുക. അപ്പോൾ 3 പ്രാവശ്യം പോകുന്ന ഒരാൾ 2 പ്രാവശ്യം ആയിട്ട് ഇത് കുറയ്ക്കുമ്പോഴേക്കും അവിടെ നിങ്ങൾക്ക് 50 രൂപ വെച്ച് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇത് മന്ത്ലി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 200 റുപ്പീസ് വെച്ച് സേവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 50 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, അതിനിപ്പോ നമ്മൾ പിശുക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ, അതങ്ങ് പോട്ടെ എന്ന് വെക്കട്ടെ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. 50 രൂപ വെച്ചിട്ട് ഒരു 4 ആഴ്ച നോക്കുമ്പോഴേക്കും അത് 200 രൂപയായിട്ട് കൂടാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാം നിങ്ങളുടെ മണി എന്ന് പറയുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് കുറയ്ക്കുക. പലതുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഒരു 50 രൂപയാണെങ്കിൽ പോലും അത് ചെറിയ എമൗണ്ട് അല്ല. അതിപ്പോൾ ഒരുപാട് നാളാകുമ്പോഴേക്കും ഒരുപാട് രൂപ നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകുവാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡ്രസ്സോ ചെരുപ്പോ ബാഗോ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾ അവിടെ നിന്ന് നിൽക്കുവാണ്, അയ്യോ എന്ത് ഭംഗിയാണ്, വാങ്ങിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഒരു 2 പ്രാവശ്യം ഒന്ന് ആലോചിക്കുക. എനിക്കിതിപ്പോൾ ആവശ്യമുള്ള കാര്യമാണോ, എനിക്കിതിനെ കൊണ്ട് ഇപ്പം വാങ്ങിയിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ, അതിനെയും കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോരം കാര്യങ്ങൾ എനിക്ക് കിടക്കുന്നു, അപ്പം ഞാനിത് വാങ്ങുന്നത് ശരിയാണോ എന്നുള്ളതൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളത് വാങ്ങാതെ തിരിച്ച് വീട്ടിൽ വരിക. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളത് ചിന്തിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണോ. അങ്ങനെ നിങ്ങളൊന്ന് കുറച്ച് ടൈം എടുത്തൊന്ന് ചിന്തിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളത് താനേ മറക്കും.
സോ പിന്നെ നിങ്ങൾക്ക് അത് വാങ്ങാനുള്ളത് തോന്നില്ല. സോ ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്ക് ആണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കുന്നു. ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും നമ്മൾ അത് എടുത്ത് നോക്കി കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് അത് വാങ്ങാൻ തോന്നില്ല. ടിപ്പ് നമ്പർ 4, നിങ്ങളുടെ മെയിൻ ജോബ് അല്ലാതെ എന്തെങ്കിലും ഒരു സൈഡ് ജോബും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് ഫ്രീലാൻസിങ്, അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബ്സ്, ഓൺലൈൻ ജോബ്സ്, അങ്ങനെ ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. ഏതിലാണ് നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ളത്, ഏതാണ് നിങ്ങളുടെ സ്കിൽ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തി അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഈ ഉണ്ടാക്കുന്ന എമൗണ്ടിൽ ഒരു എമൗണ്ട് നിങ്ങൾ എപ്പോഴും സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് ആണെങ്കിൽ സൊമാറ്റോ, ഫോർ എക്സാമ്പിൾ സൊമാറ്റോ, സ്വിഗ്ഗി, അങ്ങനെ ബ്ലിങ്കിറ്റ്, അങ്ങനെ ഒരുപാട് ജോബ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് മെയിൻലി കുറച്ചു നാൾ മുന്നേക്ക് ഇത് കുറച്ച് കൂടുതലും പ്രിഫറബിൾ ആയിട്ടുള്ളത് ബോയ്സിനായിരുന്നു. പക്ഷെ ഇന്ന് അത് ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ലേഡീസ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫീൽഡിൽ. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കാപ്പബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ദ മെയിൻ തിങ് ഇസ് മണി സേവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ സൈഡ് ഇൻകം ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. സോ നിങ്ങളുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് എമൗണ്ട്, അതായത് ഈ സൈഡ് ഇൻകം വഴി ഉണ്ടാക്കുന്ന കുറച്ച് എമൗണ്ട് എപ്പോഴും സേവ് ചെയ്ത് വെക്കുക. ടിപ്പ് നമ്പർ 5, ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും മാറ്റി വെക്കുക. എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പോയിട്ട് ഫ്രണ്ട്സിന്റെ അടുത്തോ ഫാമിലിയുടെ അടുത്തോ പോയി ചോദിക്കുന്നതിനേയും കാട്ടി നല്ലത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് തന്നെ എല്ലാ മന്ത്ലിയും നിങ്ങൾ കുറച്ചൊരു എമൗണ്ട് എമർജൻസി ഫണ്ട് എന്നും പറഞ്ഞ് മാറ്റി വെക്കുക. അതിപ്പോ ഒരു 50 രൂപ ആണെങ്കിൽ തന്നെയും ഒരുപാട് നാളെടുക്കുമ്പോഴേക്കും അത് സ്ലോലി ഇറ്റ് വിൽ ഗ്രോ. സോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഈ ഒരു എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 5, നിങ്ങളുടെ ഫണ്ട്സ് ബാച്ച് ചെയ്ത് വെക്കുക. അതായത് നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസ്, അതായത് ഡെയിലി ഫണ്ട്സ് എത്രയാണ്, നമുക്ക് മന്ത്ലി എത്ര രൂപയാണ് ഡെയിലി നമുക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ എപ്പോഴും നമുക്ക് ഈസിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടിൽ എപ്പോഴും ഇട്ട് വെക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോൺ പേ, ഗൂഗിൾ പേ, അതുപോലുള്ള എല്ലാ ഉള്ള ആ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ഈ ഒരു മണി ഇട്ട് വെക്കുക. ആൻഡ് ഓൾസോ നമ്മൾ എപ്പോഴും സേവ് ചെയ്യുന്ന എമൗണ്ട് ഒരിക്കലും നമ്മളുടെ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഉള്ള അക്കൗണ്ടിൽ ഒരിക്കലും ഇട്ട് വെക്കരുത്. അത് നമ്മൾ നോർമലി നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് യൂസ് ചെയ്ത് പോകും. ഒരിക്കലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോൺ പേയിലോ ഗൂഗിൾ പേയിലോ ഈ ഒരു എമൗണ്ട് ഇട്ട് വെക്കരുത്. എപ്പോഴും നമ്മുടെ കൈ എത്താത്തൊരു ദൂരത്തായിരിക്കണം നമ്മൾ മണി സേവ് ചെയ്ത് വെക്കേണ്ടത്. ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീംസ് അവൈലബിൾ ആണ്, അങ്ങനെയും നമുക്ക് സേവ് ചെയ്യാം. ഒരിക്കലും നമ്മളുടെ ഫോണിൽ ഉള്ള അക്കൗണ്ടിൽ ഒരിക്കലും നമ്മുടെ സേവിങ് എമൗണ്ട് നമ്മൾ ഇട്ട് വെക്കരുത്. സോ കമ്മിങ് ടു ദ കൺക്ലൂഷൻ, സോ സാലറി കുറവാണ് എങ്ങനെ സേവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ start saving from today itself. It's not based on how much you get and how much is your salary. It's all about using your money in a proper way and how you handle it. So ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പൊ ഇങ്ങനത്തുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.